നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ സൗദിയിൽ 19 ലക്ഷത്തോളം പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുകയാണ് സ്വദേശിവൽക്കരണം സൂചിപ്പിക്കുന്നത്. മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ ജോലി ചെയ്യുന്ന 14 മേഖലകളിലാണ് ഇത്തരത്തിൽ സ്വദേശിവൽക്കരണം വീണ്ടും നടപ്പിലാക്കുവാൻ സൗദി ഒരുങ്ങിയത്. ടൂറിസ്റ്റ്, അക്കോമഡേഷൻ, എന്റർടൈൻമെന്റ്, ടെലികോം, IT, ഗതാഗതം, ലോജിസ്റ്റിക് സർവീസ് എന്നീ മേഖലകളെയാണ് ആദ്യ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യ മേഖലയാണ് 2ാം ഗ്രൂപ്പിൽ പ്രധാനമായും ഉള്ളത്. റെസ്റ്റോറന്റുകൾ, കോഫി ഷോപ്പുകൾ തുടങ്ങിയവ 3ാം ഗ്രൂപ്പിലും, കോൺട്രാക്ട്, റിയൽ എസ്റ്റേറ്റ് എന്നിവ 4ാം ഗ്രൂപ്പിലും, ലീഗൽ, കൺസൾട്ടൻസി, എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിംഗ് എന്നീ മേഖലകളെ ഗ്രൂപ്പ് 5-ലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സ്വദേശിവൽക്കരണം ഇത്തരത്തിൽ ശക്തമായി തുടരുമ്പോഴും വ്യാപകമായി തൊഴിൽ വിസകൾ അനുവദിക്കുന്നതായാണ് മറ്റൊരു റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്ന വസ്തുത. കഴിഞ്ഞ വർഷം തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രാലയം 12 ലക്ഷത്തോളം തൊഴിൽ വിസകളാണ് അനുവദിച്ചത്. അതേസമയം വൻകിട ഇടത്തരം കമ്പനികളിൽ അടുത്ത ഏപ്രിൽ മാസം മുതൽ ചില തൊഴിലുകൾ കൂടി സൗദിയിൽ ആരംഭിക്കാനാകുമെന്നും നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം 12 ലക്ഷത്തോളം തൊഴിൽ വിസകളാണ് സൗദി അനുവദിച്ചിരിക്കുന്നത്. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടിയോളം വരും. 2018-ൽ 6 ലക്ഷത്തോളം തൊഴിൽ വിസകളായിരുന്നു സൗദി അനുവദിച്ചത്. വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണം ഊർജിതമായി നടപ്പിലാക്കുന്നതിനിടയിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ വൻതോതിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന വസ്തുത. സ്വകാര്യ മേഖലകളിൽ കഴിഞ്ഞ വർഷം 3.4 ലക്ഷത്തോളം സ്വദേശികൾക്ക് തൊഴിൽ നേടാനായി എന്നുള്ളതും പ്രത്യേകതയാണ്. 2018-ന്റെ 3ാം പാദത്തെ അപേക്ഷിച്ച് 2019-ന്റെ 3ാം പാദത്തിലേക്ക് സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായി 2.5 ലക്ഷത്തിലേറെ വിസകളാണ് അധികമായി അനുവദിച്ചത്. അതേസമയം സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വൻകിട ഇടത്തരം കമ്പനികളും സ്ഥാപനങ്ങളിലും സെക്യൂരിറ്റി, ആരോഗ്യ സുരക്ഷ തൊഴിലുകളിൽ 3 ഘട്ടങ്ങളായി സ്വദേശിവൽക്കരണം നടപ്പിലാക്കുവാൻ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 1 മുതൽ ഇത് നടപ്പാക്കാൻ ഒരുങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സാമ്പത്തിക വ്യവസ്ഥയുടെ നെടുംതൂണുകളായ ഗൾഫ് മേഖലയിലെ ഏറ്റവും മികച്ച സാമ്പത്തിക ശക്തിയായി സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. സ്വദേശി മേഖലയിൽ സ്വദേശി അനുപാതം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജനുവരി മുതലാണ് 5 ഘട്ടമായുള്ള സ്വദേശിവൽക്കരണം പ്രഖ്യാപിച്ചത്. മൊത്ത ചില്ലറ വ്യാപാരങ്ങളിൽ നിയമം ബാധകമാവുകയും ചെയ്യും. 10 ജീവനക്കാരെ സ്ഥാപനങ്ങളിൽ 7 പേരും സൗദി പൗരന്മാരാകണമെന്നാണ് നിയമം. ഒരു സൗദി പൗരൻ മുഴുവൻ സമയവും സ്ഥാപനത്തിൽ വേണം എന്നുള്ളതും നിർബന്ധമാണ്. കഴിഞ്ഞ മാസം 9-നാണ് സ്വദേശിവൽക്കരണത്തിന്റെ 2ാം ഘട്ടം തുടങ്ങിയത്. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്സ്, ഷോപ്പുകൾ, വാച്ച്, കന്നഡ തുടങ്ങിയ മേഖലയിലെ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ 70% സ്വദേശികൾ ഉണ്ടായിരിക്കണമെന്നും മറ്റൊരു കണക്കിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു. ഇത്തരത്തിൽ നിരവധി നിബന്ധനകൾ ഒരു സൈഡിൽ നിൽക്കുമ്പോഴാണ് ആവശ്യത്തിലധികം വിസകൾ ഒരേ സമയം സൗദി പുറപ്പെടുവിക്കുന്നതെന്നതും വസ്തുതയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.